രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. നിങ്ങൾക്കിപ്പോൾ ഭൗതികപരമായും ഫൈനാൻഷ്യലുമായുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും, അങ്ങനെ പുതിയ തൊഴിലോ കോഴ്സിലോ അല്ലെങ്കിൽ ബിസിനസ്സോ ജോലിയോ ഒക്കെ ചെയ്ത് പ്രൊജക്റ്റിലൊക്കെ ചേർന്ന് വരുമാന മാർഗങ്ങൾ ഉയർത്താനും അങ്ങനെ എക്സ്പീരിയൻസ് നേടാനും ഉള്ള പരിശ്രമങ്ങളൊക്കെ വിജയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തോടെ കോഴ്സുകളും പ്രൊജക്റ്റും ഒക്കെ വിജയകരമായി ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറി മറ്റുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ച് നന്നായി എക്സ്പീരിയൻസ് നേടി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് 4 ഓഫ് സോർട്സ് എന്ന കാർഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ജോലി തിരക്കുകളിൽ നിന്ന് ഒന്ന് വിശ്രമിക്കാനും ഒന്ന് റെസ്റ്റ് എടുത്ത് മാനസികമായ ശാന്തി നേടി പ്രശ്നങ്ങളെയൊക്കെ നന്നായി മനസ്സിലാക്കി അതിനെയൊക്കെ പഠിച്ച് ശാരീരികവും മാനസികവുമായ വ്യക്തതയൊക്കെ നേടി നിങ്ങളൊന്ന് മെഡിറ്റേഷനോ ധ്യാനമോ ഒക്കെ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിനുവേണ്ടി സ്വയം സമയം കണ്ടെത്തി അവനവനെ മനസ്സിലാക്കി നിങ്ങളുടെ മേഖലകളിലും എന്തൊക്കെ കാര്യങ്ങളിലാണോ വ്യക്തത വേണ്ടത് അതിലൊക്കെ വ്യക്തത വരുത്തി നിങ്ങൾ ശക്തിയോടെയും വ്യക്തതയോടെയും മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ വന്നത് കിങ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. നിങ്ങൾക്കിപ്പോൾ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ടെന്നും, അങ്ങനെ വികാരങ്ങളെ നിയന്ത്രിച്ച് മറ്റുള്ളവരെയും അവരുടെ സാഹചര്യങ്ങളെയൊക്കെ വളരെ നന്നായി മനസ്സിലാക്കി സ്നേഹത്തോടെയും അനുകമ്പയോടെയും ശാന്തവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നും യൂണിവേഴ്സ് കൂടെ ഉണ്ടാവുമെന്നുമാണ് പറയുന്നത്. താങ്ക്